പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം മഴക്കാലം തുടങ്ങി നമ്മുടെ നാട്ടിൽ. കേരളത്തിൽ മാത്രമല്ല, കേരളം, കർണാടകം, ഗോവ, മഹാരാഷ്ട്ര ഇവിടെ എല്ലാം മൺസൂൺ ആരംഭിച്ചിരിക്കുകയാണ്. ഇത്തവണത്തെ മൺസൂൺ ഏകദേശം, അതായത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് മൺസൂൺ കുറച്ച് നേരത്തെ വരുന്നത് കേട്ടോ, ഈ വർഷത്തെ മൺസൂണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതകളുണ്ട്. അപ്പം മഴക്കാലം തുടങ്ങി, ഇനിയിപ്പം ഓരോരോ പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങും. മഴ സംബന്ധമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങും. അപ്പം മൺസൂൺ നമ്മുടെ ഇന്ത്യൻ റെയിൽവേനും വല്ലാതെ അഫക്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഈ മൺസൂൺ സമയത്ത്, ഈ മഴക്കാലത്ത് എങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യാം, എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടതെന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്നത്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴയത്ത് ശരിക്കും ട്രെയിനിൽ യാത്ര ചെയ്യാൻ നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഴയത്ത് ട്രെയിനിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. എത്ര യാത്ര ചെയ്തതിൽ, എത്ര പിന്നെയും പോയ റൂട്ടിൽ, ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ കർണാടകത്തിലെ തലകുപ്പ, അവിടെയൊക്കെ ഞാൻ ഈ വർഷം പിന്നെയും പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ദൂദ്സാഗർ വഴിയുള്ള ട്രെയിൻ യാത്ര, പിന്നെ കൊങ്കൺ വഴി, പിന്നെ മറ്റേ മംഗലാപുരം ബാംഗ്ലൂർ റൂട്ട്, ആ ഒരു ഘാട്ട് സെക്ഷനിലെ ട്രെയിൻ യാത്ര, അതൊക്കെ മഴയത്ത് അടിപൊളിയാണ്. കേരളത്തിൽ പിന്നെ ഏത് റൂട്ടിൽ പോയാലും അടിപൊളിയായിരിക്കും. പക്ഷേ എൻ്റെ ഫേവററ്റ് റൂട്ട് മഴക്കാല സമയത്ത് യാത്ര ചെയ്യാൻ പറ്റിയ റൂട്ടൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമ്മുടെ ഈ മംഗലാപുരം ബാംഗ്ലൂർ റൂട്ടിലെ ഈ മാസം 31 മുതൽ ഏകദേശം ഒരു 3-4 മാസത്തേക്ക് റൂട്ട് ക്ലോസ് ചെയ്യും. കാരണം ആ റൂട്ടിൽ ഒരു ഘാട്ട് സെക്ഷനാണ്. അപ്പം അത് അവിടെ കുറേ വർക്ക്, ഈ റെയിൽവേ ഇലക്ട്രിഫിക്കേഷൻ വർക്കും പിന്നെ ട്രാക്ക് റീപ്ലേസ്മെൻറ്റ്, അങ്ങനെ കുറേ വർക്ക് കാരണം 3-4 മാസത്തേക്ക് ഡേ ടൈമിൽ ഈ റൂട്ടിൽ ട്രെയിൻസ് വിടത്തില്ല കേട്ടോ. രാത്രി ഓടുന്ന കണ്ണൂർ, ബാംഗ്ലൂർ, പിന്നെ പഞ്ചഗംഗ, അങ്ങനത്തെ കുറേ വണ്ടികൾ മാത്രമേ ഓടത്തുള്ളൂ. നമ്മുടെ ഇന്ത്യൻ റെയിൽവേ മൺസൂൺ ബാഡ്ലി എഫക്റ്റ് ചെയ്യും. അത് മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ കൊങ്കൺ റെയിൽവേയിലാണ്. കൊങ്കൺ റെയിൽവേ, പിന്നെ കർണാടകത്തിൽ, കേരളത്തിൽ പല ഭാഗങ്ങളിൽ. ഇപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന തലേ ദിവസം ഈ തൃശ്ശൂർ ഷൊർണൂർ സെക്ഷനിൽ ഏതോ മരം വീണ്, ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസിൻ്റെ മുകളിൽ മരം വീണിട്ട് ആകെ പ്രശ്നമായി, വണ്ടിയിൽ ലേറ്റായി. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം മെയിനായിട്ട് ഈ മഴയത്തുണ്ടാവാവുന്ന പ്രശ്നങ്ങളാണ്. ഒന്ന്, ലാൻഡ് സ്ലൈഡ്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കുറേ കണ്ടായിരുന്നു. ദൂദ്സാഗർ റൂട്ടിലേക്കൂടെയൊക്കെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട് 2-3 ദിവസമൊക്കെ ആ റൂട്ട് അടഞ്ഞു കിടന്നു. ലാൻഡ് സ്ലൈഡ്, പിന്നെ എന്തെങ്കിലുമൊക്കെ മരം വീണ് ഈ ഓവർ ഹെഡ് ലൈൻ്റെ മുകളിലൊക്കെ മരം വീണിട്ട് ട്രാഫിക് തടസ്സപ്പെടുക, പിന്നെ ഈ ട്രാക്ക് ഒലിച്ചു പോകുന്ന അവസ്ഥ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് ഈ മഴക്കാലത്ത് കാണാൻ പറ്റും. നമ്മുടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനം അസമിലും ഈ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ. അസമിൽ മറ്റേ ഗോഹട്ടി കഴിഞ്ഞിട്ട് കുറേ നല്ല ഭംഗിയുള്ള സെക്ഷൻ ഉണ്ട്. ഞാൻ ഇതുവരെയായിട്ട് പോയിട്ടില്ല. അവിടെയൊക്കെ ഈ മൺസൂൺ സമയത്തൊക്കെ എപ്പോഴും ഓരോ അപകടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ മെയിനായിട്ട് സ്പീഡ് റെസ്ട്രിക്ഷൻസ് ഒക്കെ വരും ഇഷ്ടം പോലെ. ഈ നമ്മൾ ഈ മഴയത്ത് ഈ ഒത്തിരി ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ടെററിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെ കുറേ സ്പീഡ് റെസ്ട്രിക്ഷൻ കുറേ ഏർപ്പെടുത്തും. അപ്പോൾ മഴയത്ത് ആ ഒരു റൂട്ടിൽ കൂടെ ഒക്കെ ഭയങ്കര സ്പീഡ് കുറച്ചായിരിക്കും ട്രെയിൻസ് ഒക്കെ പോകുന്നത്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ മൺസൂൺ വരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ മുൻകരുതലുകളൊക്കെ ഏകദേശം എടുത്തു തുടങ്ങും. അതിൻ്റെ ഒന്നാമത്തെ മെയിൻ എക്സാമ്പിളാണ് മൺസൂൺ ടൈം ടേബിൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ കൊങ്കൺ റെയിൽവേ ശരിക്കും ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമല്ല, പക്ഷെ ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗം ഉടനെ ആയിട്ട് മാറും കൊങ്കൺ റെയിൽവേ. അപ്പൊ കൊങ്കൺ റെയിൽവേയിൽ ഇന്ത്യയിൽ എങ്ങും ഇല്ലാത്ത ടൈപ്പ് ഒരു സമ്പ്രദായം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ മൺസൂൺ ടൈം ടേബിൾ എന്ന് പറയും. അതായത് ഈ വർഷം ജൂൺ 15 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ് മൺസൂൺ ടൈം ടേബിൾ. അതായത് കൊങ്കൺ റെയിൽവേക്കുള്ള ഓടുന്ന പല ട്രെയിനുകൾക്കും എക്സ്ട്രാ കുറച്ച് ടൈം കൊടുക്കും. ഒരു 3 മണിക്കൂർ, 3 മണിക്കൂറാണ് മിനിമം, 3 മണിക്കൂർ 4 മണിക്കൂർ എക്സ്ട്രാ കൊടുത്തിട്ട് ഈ കൊങ്കൺ റെയിൽവേയിൽ പ്രശ്നം വെച്ചാൽ കൊങ്കൺ റെയിൽവേയിൽ മൺസൂൺ സമയത്ത് ഫുൾ ടൈം മഴയായിരിക്കും. അതാണ് ഈ കൊങ്കൺ റെയിൽവേയിൽ ഉള്ള പ്രശ്നം. പിന്നെ ആ റൂട്ടിൽ കൂടെ പോകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കൊങ്കൺ റെയിൽവേ എന്ന് പറയുന്നത് പല ടെറൈനാണ്. ഇപ്പോൾ കൊങ്കൺ റെയിൽവേയിൽ ട്രാവൽ ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് മംഗലാപുരത്ത് നിന്ന് മഡ്ഗാവ് വരെ നല്ല പ്ലെയിൻ ആയിട്ടുള്ള ടെറൈൻ ആയിരിക്കും. 2 സൈഡ് നെൽപ്പാടങ്ങളും അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഗോവ കഴിഞ്ഞിട്ട് പിന്നെ ടെറൈൻ അങ്ങ് മൊത്തത്തോടെ മാറുകയാണ്. ഗോവ കഴിഞ്ഞാൽ പിന്നെ ഈ രത്നഗിരി, പിന്നെ ഈ പൻവേൽ ആ ഒരു സെക്ഷൻ വരെ ഏകദേശം നല്ല ഹില്ലി ടൈപ്പ് ടെറൈൻ ആയിരിക്കും. ഘാട്ട് സെക്ഷൻ അല്ല, പക്ഷേ ചുറ്റിനും ഈ മലകളായിരിക്കും. മലയുടെ ഇടയ്ക്കൂടെ കുറേ ഇഷ്ടംപോലെ ടണൽസ് ഉണ്ട്. ടണലിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ ആയിരിക്കും ട്രെയിൻ പോകുന്നത്. അപ്പോൾ ഈ മെയിനായിട്ട് പ്രശ്നം വരുന്നത് ഈ മഡ്ഗാവിന്ന് ഈ രത്നഗിരി പൻവേൽ വരെയുള്ള സെക്ഷനിൽ ഈ മലയിടുക്കിലൂടെ ട്രെയിൻ പോകുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെയൊക്കെ ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും. പിന്നെ മറ്റേ കല്ലൊക്കെ ഇടിഞ്ഞ് ട്രാക്കിൽ വീഴും. അങ്ങനെ കുറേ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം കാരണം ട്രെയിൻ ലേറ്റ് ആവും. അപ്പോൾ ഈ ട്രെയിൻ ലേറ്റ് ആവുന്നതൊക്കെ ട്രെയിനിൻ്റെ ആ ഒരു ടൈമിന് ഓടാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ മൺസൂൺ ടൈം ടേബിൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ മൺസൂൺ ടൈം ടേബിളിൽ കൊങ്കൺ റെയിൽവേയിലൊക്കെ ഓടുന്ന ട്രെയിൻസിന് സ്പീഡും കുറവായിരിക്കും. ഇപ്പോൾ കൊങ്കൺ റെയിൽവേയിൽ മാക്സിമം സ്പീഡ് 120 kmph ആണ്. അപ്പോൾ ഈ ഇപ്പോൾ ഈ മൺസൂൺ ടൈം ടേബിൾ വരുമ്പോഴേക്കും ട്രെയിനിൻ്റെ സ്പീഡൊക്കെ വളരെ കുറയും. മഡ്ഗാവ് വരെ എനിക്ക് ഏകദേശം 110 ആണെന്ന് തോന്നുന്നു. പക്ഷെ മഡ്ഗാവ് കഴിഞ്ഞിട്ട്
ഏകദേശം ഏതായിരുന്നു വീർ എന്ന് പറഞ്ഞ സ്റ്റേഷൻ മുമ്പ് വരെ ഏകദേശം വണ്ടിയുടെ സ്പീഡ് കഴിഞ്ഞ വർഷം ഞാൻ പോയപ്പോൾ 75 kmph ആയിരുന്നു കേട്ടോ. അത്ര സ്പീഡിലേ പോകത്തുള്ളൂ. മൺസൂൺ ടൈം ടേബിൾ മുമ്പ് വരെ 120 ആണ്, പക്ഷെ മൺസൂൺ ടൈം ടേബിൾ തുടങ്ങിയാൽ പിന്നെ 75 ആണ്. ഇപ്പോൾ ഈ വർഷം 75 തന്നെ ആയിരിക്കും മിക്കവാറും. 75 kmph മാത്രമേ വണ്ടി പോകത്തുള്ളൂ. കാരണം കുറെ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ഹാർഡായിട്ടുള്ള ടെറൈനാണ്, പോയവർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രശ്നം കാരണമാണ് ഈ മൺസൂൺ ടൈം ടേബിൾ കൊടുത്തിരിക്കുന്നത്, അവിടുത്തെ ടെറൈൻ കാരണം. അപ്പോൾ ഈ മഴ കാരണം വണ്ടി ലേറ്റ് ആവുന്നതൊക്കെ ഡിലേ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് മൺസൂൺ ടൈം ടേബിൾ കൊടുക്കുന്നത്. പിന്നെ ഈ മൺസൂണിൽ പെട്രോളിംഗ് നടക്കും കേട്ടോ. കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ കണ്ടതാണ്. അതായത് ഈ മൺസൂൺ സമയത്ത് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായേക്കാവുന്ന സ്ഥലങ്ങളിൽ, പിന്നെ പല പല സ്ഥലങ്ങളിലും ഈ രാത്രിയിലൊക്കെ ഈ ട്രാക്ക്മാൻമാരെന്തോ ആരെന്ന് എനിക്കറിയത്തില്ല, രാത്രിയിലൊക്കെ ഈ ട്രെയിൻ പോകുമ്പോൾ ഇങ്ങനെ ടോർച്ച് അടിച്ച് കാണിക്കണം. കഴിഞ്ഞ വർഷം കണ്ടിട്ടുണ്ട് കേട്ടോ. രാത്രിയിലൊക്കെ ട്രെയിനിൽ പോകുമ്പോൾ അറിയാൻ പറ്റും. രാത്രിയിലാണ് കൂടുതൽ പെട്രോളിംഗ് നടക്കുന്നത്. അതായത് മൺസൂൺ സമയത്ത് ട്രാക്കിൽ എന്തെങ്കിലും മരം വീണ് കിടപ്പുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ട്രാക്ക് ഒലിച്ചു പോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് റെയിൽവേ തന്നെ മൺസൂൺ പെട്രോളിംഗ് ടീംസിനെ ഏൽപ്പിക്കും കേട്ടോ. അപ്പോൾ ഇവർ ഈ രാത്രിയിൽ നമ്മുടെ സേഫ്റ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പെട്രോളിംഗ് നടത്തും. ഇനി ഈ മഴ കാരണം പ്രശ്നങ്ങൾ ഉണ്ടായേക്കാവുന്ന സ്ഥലത്തൊക്കെ ഇവർ മുൻകൂട്ടി തന്നെ അതിനൊരു ടീം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം പോലത്തെ ടീമൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കൊങ്കൺ റെയിൽവേയിലൊക്കെയാണ് മെയിനായിട്ട് അങ്ങനെ ഉള്ളത്. അപ്പം എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ ഇവരവിടെ പോയിട്ട് റെസ്ക്യൂ ഓപ്പറേഷൻസും പിന്നെ ഈ ട്രാഫിക് റീസ്റ്റോറേഷൻ വർക്കൊക്കെ ഇവർ തന്നെ പെട്ടെന്ന് ചെയ്യും. അപ്പോൾ ഇതെല്ലാം റെയിൽവേ അതിന് മുമ്പ് തന്നെ അവർ പ്രിപ്പയർഡ് ആയിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിരിക്കും. പിന്നെ ഒരു മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പായിട്ട് മെയിനായിട്ട് മെയിൻ്റനൻസ് ഒക്കെ ചെയ്യും. പ്രീ മൺസൂൺ മെയിൻ്റനൻസ് എന്നൊക്കെ പറയും. അതായത് ഈ ഡ്രെയിനേജ് ഒക്കെ വൃത്തിയാക്കുക, പിന്നെ അങ്ങനെ കുറെ പണികളൊക്കെ ഉണ്ട്. ഈ മൺസൂൺ വരുന്നതിന് മുമ്പുള്ള മുൻകരുതലുകളൊക്കെ ഉണ്ട്. മൺസൂൺ മുമ്പായിട്ട് അവർ ഏകദേശം ഓൾറെഡി എല്ലാം മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് സെറ്റാക്കും. പിന്നെ പാലങ്ങളൊക്കെ ചെക്ക് ചെയ്യും, പാലങ്ങൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും മൺസൂണിന് മുമ്പായിട്ട്. അപ്പൊ ഈ മൺസൂൺ സമയത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ എടുക്കേണ്ട കുറച്ച് പ്രിക്കോഷൻസ് ആണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്. മെയിനായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഈ മഹാരാഷ്ട്ര, ഗോവ സൈഡിലെ ഡൽഹി എവിടെയെങ്കിലും പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ബഫർ ടൈം വെക്കുക. ഈ ട്രെയിനിൽ ബഫർ ടൈം വെക്കുന്ന പോലെ നിങ്ങൾ കുറച്ച് ബഫർ ടൈം വെക്കുക. ഒരു 2-3 ദിവസം എക്സ്ട്രാ, അല്ലെങ്കിൽ ട്രെയിൻ കണക്ഷൻ പിടിച്ച് പോവുകയാണെങ്കിൽ എക്സ്ട്രാ കുറച്ച് മണിക്കൂറുകൾ ബഫർ വെച്ചിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക. കാരണം എപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്തെങ്കിലുമൊക്കെ ഇൻസിഡന്റ് കാരണം ഈ ട്രെയിൻസ് ഒക്കെ പെട്ടെടുക്കുന്ന അവസ്ഥയൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് 5, 6, 7, 8 മണിക്കൂറോളം ട്രെയിൻ ഇങ്ങനെ ലേറ്റ് ആവും. അപ്പോൾ അത് നിങ്ങൾ അനുസരിച്ച് പ്ലാൻ ചെയ്യുക. അതാണ് മെയിൻ ഫസ്റ്റ് കാര്യം. എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ കുറച്ച് എക്സ്ട്രാ കുറച്ച് മണിക്കൂറുകൾ ബഫർ വയ്ക്കുക. അതാണ് മെയിൻ കാര്യം. പിന്നെ എപ്പോഴും റെയിൽവേയുടെ ഈ ഒഫീഷ്യൽ ഹാൻഡിൽസ് ഉണ്ടല്ലോ ഫേസ്ബുക്കിലൊക്കെ. ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെയാണ് സദേൺ റെയിൽവേ, പിന്നെ കൊങ്കൺ റെയിൽവേയുടെ ഒരു പേജ് ഉണ്ട്, തിരുവനന്തപുരം ഡിവിഷന്റെ ഉണ്ട്, പാലക്കാട് ഡിവിഷന്റെ ഉണ്ട്. അങ്ങനെ കുറെ പേജുകളുണ്ടാവും. ഈ പേജിന്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ മെയിൻ ആയിട്ട് ഞങ്ങളുടെ റെയിൽ ഫാൻസിന്റെ ഒരു ചാനലുണ്ട്, റെയിൽ ഫാൻസ് ഓഫ് കേരള വാട്സപ്പ് ചാനൽ. അപ്പോൾ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ട്രെയിനിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ അറിയാൻ പറ്റും. ട്രെയിൻ ഡിലേ ആവുന്നുണ്ടെങ്കിൽ അതിന്റെ അപ്ഡേറ്റ്സ്, പിന്നെ ട്രെയിൻ റീഷെഡ്യൂൾ ആവുന്നുണ്ടെങ്കിൽ, ക്യാൻസൽ ആവുന്നുണ്ടെങ്കിൽ, ഡൈവേർഷൻ ആവുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാം റിയൽ ടൈം അപ്ഡേറ്റ്സ് ഞങ്ങൾ കൊടുക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ പേജും ഉണ്ട്. അപ്പോൾ ഈ പേജ് എല്ലാം നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിലോ ഇതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കുക. കാരണം എന്തെങ്കിലുമൊക്കെ ട്രാഫിക്കിൽ കുഴപ്പമുണ്ടെങ്കിൽ അവരപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. മെയിൻലി കൊങ്കണ്ണയിലൂടെ പേജ് നോക്കണം കേട്ടോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കൊങ്കണ്ണയിലൂടെ പേജിൽ എന്തൊക്കെ ബ്ലോക്ക് ഉണ്ടെങ്കിലും അറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെ മെയിനായിട്ട് നോക്കുക. ഞങ്ങളുടെ ചാനലും നോക്കുക, അതിനകത്ത് മെയിനായിട്ട് നിങ്ങൾക്ക് എല്ലാം അറിയാൻ പറ്റും ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ആ ഒരു സംഭവം കൂടെ കരുതി വെക്കുക. പിന്നെ മൺസൂൺ സമയത്ത് ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ, ഈ ട്രെയിൻ ഡിലേ ആവുന്ന ഒരു സമയത്താണെങ്കിൽ, ഇപ്പം നല്ല മഴ ഇങ്ങനെ കനത്തിരിക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ കൂടുതലും ഹൈ പ്രയോറിറ്റി ട്രെയിൻസിൽ യാത്ര ചെയ്യാൻ ശ്രമിക്കുക. എക്സാമ്പിൾ ഈ രാജധാനി, ശതാബ്ദി, ഗരീബ് രഥ്, ദുരന്തോ, സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻസ്, ഇതിലൊക്കെ ട്രാവൽ ചെയ്യാൻ ശ്രമിക്കുക. സാധാരണ എക്സ്പ്രസ് ട്രെയിൻസിൽ പോകുന്നതിലും ഭേദം ഇങ്ങനത്തെ ഹൈ പ്രയോറിറ്റി ട്രെയിൻസിൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ മാത്രം ട്രാവൽ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിലേ ഉണ്ടായാൽ തന്നെ ഈ ഹൈ പ്രയോറിറ്റി ട്രെയിൻസിനായിരിക്കും മുൻഗണന. കാരണം വേഗം എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ നോക്കും. വന്ദേ ഭാരത് കേട്ടോ, വന്ദേ ഭാരത് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ട്രെയിൻസിലൊക്കെ യാത്ര ചെയ്താൽ പെട്ടെന്ന് എത്തേണ്ട ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അത് ഉപകാരപ്പെടും. പിന്നെ എവിടെയെങ്കിലൊക്കെ ട്രെയിനിൽ പോവുകയാണെങ്കിൽ കുറച്ച് ഫുഡ് ഐറ്റംസും സംഭവങ്ങളൊക്കെ, പവർ ബാങ്കൊക്കെ കയ്യിൽ വെക്കുക. കാരണം ട്രെയിനൊക്കെ എവിടെയെങ്കിലും കഴിഞ്ഞ വർഷമൊക്കെ ഇഷ്ടം പോലെ തവണ ഈ കൊങ്കണിൽ ഈ ടണലൊക്കെ കൊളാപ്സ് ആയിട്ട് ട്രെയിനുകളൊക്കെ ഇങ്ങനെ മണിക്കൂറോളം പെട്ട് കിടക്കുന്ന അവസ്ഥ. ടണലിനകത്തൊക്കെ പെട്ട് കിടന്നാൽ അറിയാമല്ലോ, ടണലിനകത്ത് പിന്നെ ടണലിൽ പുറത്ത് ഓരോ സ്ഥലങ്ങളൊക്കെ പെട്ട് കിടക്കുകയാണെങ്കിൽ ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ട്രെയിനിൽ കറണ്ട് ഉണ്ടാവും എന്തായാലും, എന്നാലും പവർ ബാങ്ക് ഐറ്റംസ് ഒക്കെ കയ്യിൽ വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസും കയ്യിൽ കരുതുക. പിന്നെ മഴ സമയത്ത് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത വേറൊരു കാര്യമാണ്, ഞാൻ പറഞ്ഞില്ലേ, ഈ ട്രെയിനിൻ്റെ ടൈമിങ്സ് നിങ്ങൾ ഒരിക്കലും അത് നോക്കരുത്. കാരണം അത് ഓൺ ടൈം എത്തുന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന തലേ ദിവസം അതിന് ഇഷ്ടം പോലെ ട്രെയിൻസ് നമ്മുടെ കേരളത്തിൽ മഴ കാരണം ലേറ്റായി ഓടുന്നുണ്ട്. കുറേ ട്രെയിൻസ്, വന്ദേ ഭാരതൊക്കെ
മറ്റേ ലൈൻ കമ്പി പൊട്ടിയെ തുടർന്ന് വന്ദേ ഭാരതൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് വിട്ട് തന്നെ 1 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ്. 1 മണിക്കൂറല്ല, വേറെ കുറേ ട്രെയിൻസ് 4-5 മണിക്കൂർ ലേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ട്രെയിൻസ് ഒക്കെ ഇപ്പോൾ ലേറ്റ് ആയിട്ടാണ് ഓടുന്നത്. അതനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുക. പിന്നെ മഴ പെയ്യുന്ന സമയത്ത് നിങ്ങൾ കഴിവതും ഈ ഡോറിൽ ഇരുന്നുള്ള യാത്ര ഒഴിവാക്കുക. കാരണം ഡോറിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ പാടില്ല. ഡോറിന്റെ ഭാഗത്ത് ഒരിക്കലും പോകരുത്. കാരണം ആ ഭാഗം സ്ലിപ്പറിയാണ്. നമ്മൾ താഴേക്ക് വീഴാൻ വേണ്ടി ഒരുപാട് ചാൻസ് ഉള്ള ഒരു സ്ഥലം കൂടാണ്. അപ്പം ദയവ് ചെയ്ത് അങ്ങനെ അരിച്ച് ചെയ്യരുത്. പിന്നെ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഈ അലേർട്ട്സ് ഒന്നും ഒരിക്കലും അത് അവഗണിക്കരുത്. നമ്മളെല്ലാം അത് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഈ മഴ സമയത്ത് ഏറ്റവും ഭംഗിയുള്ള റൂട്ടുകൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. ഏറ്റവും ഭംഗിയുള്ള റൂട്ട് മഴയത്ത് നിങ്ങൾ മസ്റ്റായിട്ട് ട്രാവൽ ചെയ്യുന്നത് കൊങ്കൺ റെയിൽവേ ആണ്. പിന്നെ സെക്കൻഡ് മംഗലാപുരത്ത് ബാംഗ്ലൂർ പോകുന്ന റൂട്ട്. പിന്നെ തേർഡ് നമ്മുടെ ദൂത് സാഗർ റൂട്ട്, അതായത് നമ്മുടെ പൂർണ്ണ എക്സ്പ്രസ് ഒക്കെ പോകുന്ന റൂട്ട്, മഡ്ഗാവ്ന്ന് കുലം കാസിൽ റോക്ക് വരെയുള്ള ആ ഒരു യാത്ര. പിന്നെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ അസമിലേക്ക് പോകുന്ന ആ ഒരു യാത്ര. പിന്നെ തമിഴ്നാട്ടിലാണെങ്കിൽ ഊട്ടി നീൽഗിരി മൗണ്ടൻ റെയിൽവേ, ഇതൊക്കെ മഴയത്ത് ബെസ്റ്റാണ്. പിന്നെ മെയിൻ മറന്നുപോയി, നമ്മുടെ പാലക്കാട് വാളയാർ റൂട്ട് അടിപൊളിയായില്ല, ഒന്നും പറയാനില്ലല്ലോ. പാലക്കാട് വാളയാർ റൂട്ട് കഴിഞ്ഞില്ല. നമ്മുടെ ചെങ്കോട്ട റൂട്ട് അതും സൂപ്പറാണ് മഴയത്ത്. നമ്മുടെ ഈ കേരളത്തിൽ തന്നെയുള്ള നമ്മുടെ കൊല്ലം പുനലൂർ ചെങ്കോട്ട റൂട്ട് അതും സൂപ്പറാണ് മഴയത്ത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മൺസൂണിൽ ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും സംഭവങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് RIC ഒരു സ്കാം ആണോ എന്നുള്ള ഒരു വീഡിയോ ആണ്. RIC എന്ന് പറഞ്ഞാൽ സംഭവം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു സ്കാം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്താം. അടുത്ത ദിവസം കാണാം. ബൈ.